നമസ്കാരം. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൂരദർശനും കുടുംബശ്രീയും ഏറെ അഭിമാനത്തോടെ ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകരിലേക്ക് എത്തിച്ച ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോ 80-ലേറെ എപ്പിസോഡുകൾ പിന്നിട്ടിരിക്കും. ഇത് കേരളത്തിലെ 42 ലക്ഷത്തോളം വരുന്ന സ്ത്രീ കൂട്ടായ്മയുടെ സംഘബോധത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും വിജയം. സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട 70 CDSകളിൽ നിന്നും ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ 16 CDSകളാണ് രണ്ടാം റൗണ്ടിലേക്ക് പ്രവേശിച്ചത്. മലയാള ടെലിവിഷൻ റിയാലിറ്റി ഷോകളുടെ പതിവ് വിധിനിർണയ രീതികളിൽ നിന്നും ഏറെ വ്യത്യസ്തമായി വിധികർത്താക്കൾ മത്സരാർത്ഥികളുടെ പ്രവർത്തന മേഖലകളിലേക്ക് നേരിട്ടെത്തുന്നു. അതെ, CDS സന്ദർശനത്തിലൂടെ വിധിനിർണയത്തിന്റെ വേറിട്ടൊരു പാതയിലാണ് ഞങ്ങൾ. ഒന്നാം റൗണ്ടിൽ CDSൽ കരസ്ഥമാക്കിയ 6 മാർക്ക്, വിധികർത്താക്കളുടെ CDS സന്ദർശനം, CDSകൾ ഞങ്ങൾക്ക് നൽകിയ പ്രവർത്തന സംബന്ധമായ രേഖകൾ, രണ്ടാം റൗണ്ടിലെ പ്രകടനം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ റൗണ്ടിൽ മാർക്കുകൾ തീരുമാനിക്കപ്പെടുക. CDSകളുടെ സൂക്ഷ്മ സംരംഭങ്ങളുടെ നടത്തിപ്പ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി എല്ലാ പ്രവർത്തനങ്ങളെയും അതിസൂക്ഷ്മമായി വിലയിരുത്തി ഓരോ CDSനും ലഭിച്ച ആകെ മാർക്ക് പ്രഖ്യാപിക്കുന്ന ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ അവസാന റൗണ്ട് ആരംഭിക്കുകയായി. അവസാന ഘട്ടത്തിലെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അവസാന റൗണ്ടിലെ ആദ്യ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉള്ളത് പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ CDS ആണ്. ഒന്നാം റൗണ്ടിൽ 75 മാർക്ക് കരസ്ഥമാക്കിയാണ് രണ്ടാം റൗണ്ടിലേക്കുള്ള പ്രവേശനം ഇവർ ഉറപ്പിച്ചത്. സ്വാഗതം ചെയ്യാം പത്തനംതിട്ട ജില്ലയിലെ പള്ളിക്കൽ CDSനെ രണ്ടാം ഘട്ട മത്സരവേദിയിൽ. പള്ളിക്കൽ CDSലെ കുടുംബശ്രീ പ്രവർത്തകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ഡോക്ടർ ഓമനക്കുട്ടൻ, മെഡിക്കൽ ഓഫീസർ PHC പള്ളിക്കൽ. എന്റെ പേര് ഇന്ദിരക്കുട്ടിയമ്മ, പള്ളിക്കൽ മുൻ CDS ചെയർപേഴ്സൺ. എന്റെ പേര് ശാന്തമ്മ, ഇപ്പോഴത്തെ CDS ചെയർപേഴ്സൺ. സുനിൽകുമാർ, കൃഷി ഓഫീസർ പള്ളിക്കൽ. PC സോമരാജൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിക്കൽ. നമുക്ക് ഇന്നത്തെ വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ് ബോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും എന്റെ ഭൂമി ട്രസ്റ്റിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ നിവേദിത P. ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഇന്ദു PS. വിധികർത്താക്കൾക്കൊപ്പം കുടുംബശ്രീ പ്രസ്ഥാനത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരും CDS ചെയർപേഴ്സൺമാരും അടങ്ങുന്ന നിരീക്ഷക പാനലും നമ്മോടൊപ്പമുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം ഇവരെയും. സംഘകൃഷി ആശ്രയ ബഡ് സ്കൂൾ ഈ പ്രവർത്തനങ്ങളുമായാണ് ഒന്നാം ഘട്ട മത്സരവേദിയിൽ പള്ളിക്കൽ CDS ശ്രദ്ധ നേടിയത്. ഈ പദ്ധതികളുടെ ഹ്രസ്വരൂപം ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് മുന്നിൽ. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വിസ്തൃതമായ ഗ്രാമപഞ്ചായത്താണ് പള്ളിക്കൽ. ഐതിഹ്യങ്ങളും ചരിത്ര വസ്തുതകളും കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലമാണ് പള്ളിക്കലിനുള്ളത്. ബുദ്ധമത കാലത്തെ വിദ്യാപീഠങ്ങൾക്ക് നൽകിയിരുന്ന നാമമാണ് പള്ളി. അത്തരമൊരു ബുദ്ധവിഹാരമായിരുന്നു ഈ പ്രദേശം. അതിനാൽ ഇതിന് പള്ളിക്കൽ എന്ന പേര് വന്നു. ഈ പ്രദേശത്തെ ജനങ്ങളിൽ ഭൂരിഭാഗവും മുൻപ് കർഷകരായിരുന്നു. ആഗോളീകരണ കാലത്ത് പരമ്പരാഗത കാർഷിക സമ്പ്രദായത്തിന് പ്രാധാന്യം നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെയുള്ള ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ്ടു. ഈ സാഹചര്യത്തിലാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ അറിയത്. വനിതാ കൂട്ടായ്മയിലൂടെ രൂപപ്പെട്ട 215 യൂണിറ്റുകളിലായി 1050 കുടുംബങ്ങൾ പള്ളിക്കൽ പഞ്ചായത്തിൽ സംഘകൃഷിയിൽ ഏർപ്പെടുന്നുണ്ട്. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 500-ലധികം ഏക്കറിൽ ഇന്ന് വിവിധ ഇനങ്ങളിലായി ജൈവ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചു വരുന്നു. ആലംബഹീനർക്കായി സർക്കാർ നടത്തിവരുന്ന പദ്ധതിയാണ് ആശ്രയ. അതാത് സ്ഥലങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ CDS യൂണിറ്റ് വഴിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. താഴ്ത്തട്ടിൽ യഥാർത്ഥ ആവശ്യക്കാരുടെ മുന്നിൽ ഈ പദ്ധതിയുടെ ഗുണഫലങ്ങൾ എത്തിക്കുന്നത് കുടുംബശ്രീ യൂണിറ്റുകളാണ്. അത്തരത്തിൽ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന CDS ആണ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലേത്. പഞ്ചായത്തിലെ ദരിദ്ര കുടുംബങ്ങൾ, അവിവാഹിതരായ സ്ത്രീകൾ, കിടപ്പ് രോഗികൾ, മാനസിക വൈകല്യമുള്ളവർ, സംസാരശേഷിയില്ലാത്തവർ തുടങ്ങിയവരെ താങ്ങി നിർത്തുന്നത്
കുടുംബശ്രീ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളാണ്. ഈ നിർമ്മാണ പ്രക്രിയകളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഒന്ന് ശ്രദ്ധിക്കൂ. അതെ, അവർ വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്നവരാണ്. പൊതുസമൂഹത്തിൽ നിന്നും മാറി ഏകാന്തതയിൽ ജീവിതം തള്ളി നീക്കാൻ വിധിക്കപ്പെട്ടവർ. പക്ഷേ ഇപ്പോൾ അവരുടെ മുഖത്ത് സന്തോഷത്തിന്റെ തിളക്കം നമുക്ക് കാണാൻ കഴിയും. സ്വന്തം ബന്ധുജനങ്ങൾക്ക് പോലും നൽകാൻ കഴിയാത്ത ഒരിറ്റു സന്തോഷം അവരിൽ ദൃശ്യമാകുന്നത് ഈ ബഡ് സ്കൂളിൽ എത്തിച്ചേരുമ്പോഴാണ്. 2013 പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ നേതൃത്വത്തിൽ ബഡ് സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. വീട്ടിൽ വിഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുണ്ടായാൽ അതിനെ ശ്രദ്ധിക്കാൻ എല്ലാ സമയത്തും ഒരാൾ കൂടെയുണ്ടാവും. ഈ പഞ്ചായത്തിൽ ഭൂരിഭാഗവും കൂലിവേലക്കാരും കർഷകരുമാണ്. ആ നിലയ്ക്ക് രക്ഷിതാക്കൾ അവരുടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഈ കുട്ടികൾ വീടുകളിലെ ഏകാന്തതയിൽ ഒറ്റയ്ക്കാവും. ഇത്തരം സാഹചര്യങ്ങളിലാണ് ബഡ് സ്കൂളിന്റെ പ്രവർത്തനം പ്രാധാന്യമർഹിക്കുന്നത്. ഫൈനൽ റൗണ്ടിൽ വരുന്നതിന് മുമ്പ് ആദ്യത്തെ റൗണ്ട് കണ്ടല്ലോ അല്ലേ? കണ്ടു. നാട്ടുകാരൊക്കെ കണ്ടു കാണും. എല്ലാരും കണ്ടു. എന്തെങ്കിലും പറഞ്ഞു അവരെ? അയ്യോ, പിന്നെ എന്തെല്ലാം അഭിപ്രായം പറയുന്നേ. എന്താ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞതാണ് ചോദിച്ച് ഞങ്ങളുടെ അഭിമാനമാണെന്നാ പറയുന്നത്. പള്ളിക്കൽ CDS പള്ളിക്കൽ പഞ്ചായത്തിന്റെ അഭിമാനമാണ്. നമുക്ക് ഈ ഫൈനലിൽ എത്താൻ കഴിഞ്ഞത് വളരെ പത്തനംതിട്ട ജില്ലയുടെ തന്നെ ഒരു ഇതാണ്. എല്ലാവരും എല്ലാ പഞ്ചായത്തിൽ നിന്നും ഞങ്ങളെ വിളിക്കും. ചെയർപേഴ്സണെയും മുൻ ചെയർപേഴ്സണെയും ഞങ്ങൾ രണ്ടുമാണ്. ബാക്കി CDS അംഗങ്ങളും അങ്ങനെ എല്ലാ പഞ്ചായത്തിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും വിളിക്കും. ശാന്തം ചേച്ചി കൊള്ളാം കേട്ടോ, രണ്ടാളും വലിയ കളായിട്ട് നിങ്ങൾ ഫൈനൽ വന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ 1 കോടിയായിട്ട് പോണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഒരു സങ്കടമുണ്ട് സാർ, എന്ന് വെച്ചാൽ ഞങ്ങൾ 2 പഞ്ചായത്താകാൻ പോവുകയാണ്. പള്ളിക്കൽ പഞ്ചായത്ത് പെരിങ്ങനാട് പഞ്ചായത്തും പള്ളിക്കൽ പഞ്ചായത്തുമായിട്ട് പോവുകയാണ്. ഈ 425 യൂണിറ്റുകൾ ഉള്ളതിൽ 15 വാർഡുകളായിട്ട് മാറി എത്ര വീതം ഓരോ പള്ളിക്കലും ഉണ്ടാകും എന്നുള്ളതിനൊരു കൃത്യത ഇല്ലാതിരിക്കുകയാണ്. അല്ല, അത് കുഴപ്പമില്ല. കുറച്ച് കൂടുതൽ നന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഇനി അവര് വന്ന് അവിടെ കണ്ട കാഴ്ചകൾ ഞങ്ങളെ കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് കാണാം. ഈ വേദിയിൽ കുടുംബശ്രീ പ്രവർത്തകർ അവതരിപ്പിച്ച പദ്ധതികൾ നേരിട്ട് കാണാനും വിലയിരുത്താനുമുള്ള അവസരമായിരുന്നു വിധികർത്താക്കളുടെ CDS സന്ദർശനം. പള്ളിക്കലിലേക്കുള്ള ഇവരുടെ യാത്ര നമുക്കൊന്ന് കാണാം. പത്തനംതിട്ട ജില്ലയിലെ കാർഷിക ഗ്രാമമായ പള്ളിക്കൽ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ നേരിട്ടെത്തി വിലയിരുത്താനാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. ഊഷ്മളമായ ഒരു സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. പ്രൊഫസർ ഗീതക്കുട്ടിക്കും ദൂരദർശൻ പ്രതിനിധി ശ്രീ PK വേണുഗോപാലിനുമൊപ്പം ശ്രീമതി നിവേദിത P ഹരനും ഉൾപ്പെടുന്ന ജൂറി അംഗങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തോട് ചേർന്ന് തന്നെ മുകളിലത്തെ നിലയിൽ സാമാന്യം നല്ല സൗകര്യമുള്ള ഒരു ഓഫീസ് പള്ളിക്കൽ CDSനുണ്ട്. കുടുംബശ്രീ എല്ലാ അംഗങ്ങൾക്കും നമസ്കാരം. നമ്മൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് വന്നത് അതിന്റെ കാരണം ഇപ്പോൾ ഇനി ഞങ്ങൾ പറയാം ഷോ ദൂരദർശനും കുടുംബശ്രീയും ഒന്നിച്ച് ചെയ്യുന്നുണ്ടല്ലോ. അതിന്റെ ഭാഗമായിട്ട് അടുത്ത സ്റ്റേജിലേക്ക് ഈ ഫീൽഡിലേക്ക് പോയി ഇത് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെ ഏത് രീതിയിൽ അത് പോകുന്നു അത് കാണാൻ വേണ്ടി നമ്മൾ വന്നത്. ആദ്യമായി എടുത്തു പറയാണ്, എന്റെ 2-3 മിനിറ്റ്സ് ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് ശാരീരികമായുള്ള അസ്വസ്ഥത മൂലം, അതുകൊണ്ട് അത് ആദ്യമായിട്ട് അതിന് ക്ഷമ ചോദിച്ചുകൊണ്ടുകൂടാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ പള്ളിക്കൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ പള്ളിക്കൽ പഞ്ചായത്തും ഞങ്ങളുടെ വനിതാ മെമ്പേഴ്സും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാഫും പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, മുൻ ചെയർപേഴ്സൺ, കുടുംബശ്രീ അംഗങ്ങൾ എല്ലാവരും നല്ലൊരു കൂട്ടായ്മയിൽ കൂടി ഞങ്ങളുടെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ 425 കുടുംബശ്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു CDS ആണ് ഞങ്ങളുടെ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത്. ഈ പ്രോഗ്രാം പ്രഖ്യാപിച്ച ശേഷം നിങ്ങൾക്ക് കൂടുതൽ മെമ്പേഴ്സ് വരുന്നുണ്ടോ? ഉണ്ട്. ഞങ്ങൾക്ക് മെമ്പേഴ്സ് ഇനിയും അയൽക്കൂട്ടത്തിൽ ചേരാൻ താല്പര്യമായിട്ടുള്ളവരുണ്ട്, വരുന്നുണ്ട്. ഞങ്ങളെ ഇവിടെ എല്ലാവരും ഞങ്ങളെ ഫോൺ വിളിക്കുക.
ദൂരദർശനി തിളങ്ങുന്നല്ലോ എന്നാ പറയുന്നത്. എന്തുവായിരുന്നു അവിടെ ഷൈൻ ചെയ്തെന്നൊക്കെ പറയുന്നത്. നമ്മൾ ഷൈൻ ചെയ്ത് നമ്മൾ നടന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞു തന്നു. ഇനി കൂടുതൽ ഷൈൻ ചെയ്യാൻ നമുക്ക് അവസരം വരട്ടെ എന്ന് ഞങ്ങൾ പറഞ്ഞു. അത് കണ്ടതിന് ശേഷം ആരെങ്കിലും നല്ല പരിപാടിയായിരുന്നു. ഞങ്ങൾക്ക് ഇനി ആയിക്കോട്ടെ. ഞങ്ങൾ ഇപ്പൊ പറയുന്നത് ഒരു വീട്ടിൽ ഒരംഗത്തിനെ പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്കൂടെ എന്താ ആയിക്കൂടാത്ത ഒരു വീട്ടിൽ ഞങ്ങൾ. അപ്പം നമ്മുടെ കുടുംബം മൊത്തം അങ്ങ് ആയിക്കോട്ടാണ്. ഒരു കുടുംബത്തിൽ ഒരംഗത്തിനല്ലേ നമുക്ക് പിന്നെ വോട്ടവകാശമുള്ളൂ. പക്ഷെ മറ്റുള്ളവരും നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളാണ് കുടുംബശ്രീ. പക്ഷെ അവർ പറഞ്ഞ അതല്ല, ഞങ്ങൾക്കും കുടുംബശ്രീ വരണം എന്ന്. ഞങ്ങൾ ഒരു കുടുംബത്തിൽ എന്താ, ഞങ്ങൾ അമ്മായിയമ്മയാണ്, മരുമോളാണ്, ഞങ്ങൾ മകളാണ്, ഞങ്ങൾ എന്താണ് ചേർത്താൽ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിന് നമുക്കൊരു ഓർഡർ വരട്ടെ, വരുമ്പോൾ നമുക്ക് കുടുംബശ്രീ കൂടുതൽ രൂപീകരിക്കാം. അക്കൗണ്ടന്റ് ഉണ്ട്. എനിക്ക് 3 രജിസ്റ്റേഴ്സ് കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ അഫിലിയേഷൻ രജിസ്റ്റർ, ലേറ്റസ്റ്റ്, പിന്നെ ക്യാഷ് രജിസ്റ്റർ, മിനിറ്റ്സ് ബുക്ക്. പെൻസിലിൽ എൻട്രി ചെയ്തു. ക്യാഷ് ബുക്കിൽ പെൻസിൽ എൻട്രി പാടില്ല. ഇത് കറക്റ്റാ, ഇത് കറക്റ്റാ. അത് പിന്നെ പെന്നിലാകും. ധൈര്യമുണ്ട്, നിർത്തരുത്. ധൈര്യമില്ല, അതാണ് ബുദ്ധിമുട്ട്. ഇല്ല പെന്നിൽ വെക്കാൻ നിങ്ങൾക്ക് ഇപ്പൊ ധൈര്യമില്ലല്ലോ. ഇതിപ്പോ ഞാൻ വീട്ടിൽ കൊണ്ടുവരാ. ഒരു കറക്റ്റ് തന്നെ, ഒരു മാറ്റമില്ല, പെർഫെക്റ്റാ. 508 പേര് 509 നമ്മൾ രജിസ്ട്രേഷന് വന്നിട്ടുണ്ട്. 423 നല്ല പ്രവർത്തനം. പള്ളിക്കൽ CDSന്റെ കാർഷിക പെരുമ തേടിയായിരുന്നു ഞങ്ങളുടെ ആദ്യ യാത്ര. ആ യാത്ര ചെന്ന് അവസാനിച്ചത് 17ാം വാർഡിലെ ഒരു JLG ഗ്രൂപ്പിന്റെ 2 ഏക്കർ വരുന്ന കൃഷിയിടത്തിലായിരുന്നു. ഓണത്തിന് വിളവെടുക്കാൻ വേണ്ട പാകത്തിൽ വളർന്നു വരുന്ന 500ഓളം ഏത്തവാഴകളും വിളവെടുക്കാൻ പാകമായി വരുന്ന നീളൻ പടവലങ്ങകളും കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, മത്തൻ, പച്ചമുളക് തുടങ്ങി ഒട്ടുമിക്ക വിളകളും ഇവിടെയുണ്ട്. ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഇവർ കഴിഞ്ഞ 4 വർഷങ്ങളായി ഇവിടെ കൃഷി ഇറക്കുന്നു. 4 പേരും എത്ര ഏക്കർ കൃഷി ചെയ്യുന്നത്? നാട്ടിൽ ഇവിടെ ഇപ്പോൾ 2 ഏക്കർ കൃഷിയുണ്ട്. 2 ഏക്കർ. ഇതും വേറെ ഏതെങ്കിലും സ്ഥലമുണ്ട്? ഉള്ളിലോട്ട്. അത് എത്ര ഏക്കറുണ്ട്? അത് 1 ഏക്കർ. ഇതിന്റെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നിങ്ങൾ വീതിച്ചെടുക്കുകയാണോ അതോ അവരവർ കൃഷി ചെയ്യുന്ന സ്ഥലം? ഇല്ല, ഒരുമിച്ച് കോൺട്രിബ്യൂഷൻ ചെയ്ത് നമ്മൾ ലാഭം വീതിച്ചെടുക്കുന്നു. 2008 JLG രൂപീകരിച്ചത്. ആ വർഷം കുറച്ചൊരു 10-20 സെന്റിനകത്ത് പാവലും പയറും ചെയ്ത് കുറച്ച് ഏത്തവാഴയൊക്കെ 50 മൂടൊക്കെ ചെയ്യത്തുള്ളായിരുന്നു. പ്രാവശ്യം ലോൺ എടുത്തിട്ട്. എത്ര മൂടുണ്ട്? ഇത് 500 മൂടോ. കൃഷി ഓഫീസർ വന്ന് പരിശോധിക്കുക. രോഗം വന്നാലേ വരുള്ളൂ. വന്ന് നോക്കാൻ പറയണം, നിങ്ങൾ വിളിക്കണം. നിർദ്ദേശങ്ങളൊക്കെ തരാറുണ്ട്. ശരി. അല്ലെങ്കിൽ പുഴു മഴ സീസൺ ആകുമ്പോൾ ഞങ്ങൾ ചെല്ലി കയറി തെങ്ങയില ഈ ചെല്ലി ഇതിന്റെ അടുത്തുള്ള ജൈവ കൃഷിയാണോ അതോ രാസകീട? പരിസ്ഥിതി ദിനത്തിന്റെ അന്നായിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയെന്നതിനാൽ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കുട്ടികളെ കൊണ്ട് പൊതുസ്ഥലം വൃത്തിയാക്കുന്നതും മരം തൈകൾ വെച്ചുപിടിപ്പിക്കുന്നതുമൊക്കെ ഞങ്ങൾ കണ്ടു. പള്ളിക്കൽ പഞ്ചായത്ത് ഓഫീസിന് സമീപമുള്ള കുടുംബശ്രീയുടെ സംരംഭ പ്രവർത്തനങ്ങളിൽ ഒന്നായ സ്റ്റാർ ടൈലറിംഗ് യൂണിറ്റിലും ഞങ്ങൾ കയറി. എംബ്രോയിഡറി വർക്ക് അറിയാമെങ്കിലും അതിനുള്ള മെഷീൻ ഇല്ലാത്തതിനാൽ പറ്റുന്നില്ല എന്നുള്ള ഒരു ചെറിയ വിഷമം അവർ ഞങ്ങളോട് പറഞ്ഞു. പിന്നീട് ഞങ്ങൾ പോയത് പള്ളിക്കൽ CDSന്റെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ മാനസിയിലേക്കാണ്. രക്ഷിതാക്കളിൽ ഒരാൾ അവിടെ തന്നെ ടീച്ചറായതിനാൽ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധയും കരുതലും ലഭിക്കുവാൻ ഇടവരുത്തുന്നുണ്ടെന്നാണ് പലരും അഭിപ്രായപ്പെട്ടത്. ദൂരദർശനിലെ പരിപാടി കണ്ടിരുന്നോ?
എങ്ങനെയുണ്ട് സ്കൂളൊക്കെ ഇവിടെ? പരീക്ഷ എന്റെ പഞ്ചായത്തിലെ എന്റെ സ്കൂൾ ടീച്ചറായ മനോവിലാത്തെ എല്ലാവർക്കും വേണ്ടി ഞാൻ എങ്ങനെ നന്ദി പറയാനായിട്ടില്ല. അച്ഛമാമൻ സ്കൂളിന് വേണ്ടി ഈ താളും ആ താളും സ്കൂളിന് വേണ്ടി PP അച്ഛമാരും സ്കൂളിന് വേണ്ടി ഹേമിയാന്റിയും എല്ലാം കൂടി ടീച്ചറും തീരുമാനിക്കുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. സ്കൂളിൽ ഉണ്ടായിരുന്നു ഒരുപാട് ഈ താതും കിട്ടാൻ വേണ്ടി സ്കൂളിൽ കൊണ്ട് അറിയിക്കുന്നതും എല്ലാവർക്കും വേണ്ടി ഒരുപാട് നന്ദിയുണ്ട്. തേനീച്ച വളർത്തലിലൂടെ വരുമാനമുണ്ടാക്കുന്ന യമുന എന്ന കുടുംബശ്രീ അംഗത്തിന്റെ വീട്ടിലേക്കായിരുന്നു ഞങ്ങൾ എത്തിയത്. പാലപ്പറമ്പിലായിട്ട് 75 കൂട് വെച്ചിട്ടുണ്ട്. മേളുണ്ട്, വാഴത്തോപ്പിൽ വെച്ചിട്ടുണ്ട്, തെങ്ങും തോപ്പിൽ വെച്ചിട്ടുണ്ട്, ചെടികളുള്ളിടത്ത് വെച്ചിട്ടുണ്ട്, റബ്ബറിന്റെ ഇടയിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ പല സെക്ഷനായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ട്രെയിനിങ് തന്നപ്പോൾ 10 കൂട് മാത്രമേ ഒരു മേഖലയിൽ വെക്കാവെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ തേൻ കൂടുതൽ ലഭിക്കണമെങ്കിൽ 10 കൂട് ഇരുന്നാൽ മതി. അടുത്തടുത്തിരുന്ന് കഴിഞ്ഞാൽ തേന് കുറയും. അതുകൊണ്ട് 10 കൂട് വെച്ച് ട്രെയിനിങ്ങിൽ നിന്നും കിട്ടിയ അറിവാണ് 10 കൂടെ കിട്ടാവുന്നത്. ഇവിടെ മേളിലുണ്ട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്താണ്? ഇത് സ്വന്തം സ്ഥലമാണ്. പിന്നെ വേറെ അവർക്ക് പരാതിയൊന്നും ഒരു പരാതിയില്ല. അവര് വെച്ചോളാനാ പറയുന്നത്, ധാരാളം വെച്ചോളാനാ പറയുന്നത്. ഒരു ഗുണം നിങ്ങൾ പറഞ്ഞത് അവരുടെ ചെടികളിലെ കൂടുതൽ കായും ഫലവും ഉണ്ടാകും. ദിവസം ജോലിയുണ്ട്. ഇത് നോക്കണം, നോക്കിയെങ്കിൽ മാത്രമേ ഇത് എന്നുവെച്ചാൽ ക്ഷുദ്രജീവികളൊക്കെ ഇതിനകത്ത് കടന്ന് വരാൻ സാധ്യതയുണ്ട്. പാറ്റ, ഗൗളി ഇതൊക്കെ മധുരമുള്ള സാധനമല്ലേ, അപ്പൊ അത് ഭക്ഷിക്കാനായിട്ട് വരാറുണ്ട്. ഉറുമ്പ് കയറാതെ നമ്മുടെ DDT അതുപോലുള്ള അല്ല, ഇതിന്റെ ചെവിട്ടിൽ മാത്രം ഉറുമ്പ് കയറി ചാന്തയെ കൂടെ കയറാതിരിക്കാൻ വേണ്ടി മാത്രം. അല്ലാതെ ഇതിനകത്തൊന്നും ഉപയോഗിക്കത്തില്ല DDT. നമ്മുടെ താഴെ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇപ്പൊ എന്റെ തേനെ അമേരിക്കയിലെ ഗൾഫ് നാടുകളിലെ എല്ലാം പോയിട്ടുണ്ട്. ഞാൻ അറിയാതെ തന്നെ അവര് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് പരിശോധിച്ചിട്ടുണ്ട്, ഇതിനകത്ത് മായം വല്ലതും ചേർത്തിട്ടുണ്ടോ. അവര് വീണ്ടും എന്നോട് വിളിച്ച് പറഞ്ഞു ഈ യമുന മാഡത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങിയാൽ മതി എന്ന് വെച്ചാൽ നല്ല തേനാണ് എന്നുള്ള ഒരു പ്രോഗ്രസ് കിട്ടി. അപ്പൊ ഇതിന്റെ കണക്കൊക്കെ സൂക്ഷിച്ചു വെക്കാറുണ്ടല്ലോ എല്ലാ വർഷത്തും. അന്നേരം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്ര കിട്ടും? കൂട്ടുകാർക്കൊക്കെ അവർക്ക് തീരെ വരലെണ്ണാമെന്ന കുറവേ ഉള്ളൂ. ഇവരുടെ തേനിന്റെ മഹിമ രുചിച്ച് ഞങ്ങൾ അടുത്ത സംരംഭമായ ഫ്ലോർ മിൽ കാണാനെത്തി. 2004 പ്രവർത്തനം ആരംഭിച്ച ഈ മില്ല് ഇന്ന് കാര്യമായ ലാഭമൊന്നുമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഇവർ തന്നെ പറയുന്നു. 15 പേർ കൂടിയാണ് ഈ മില്ല് നടത്തുന്നത്. പുതിയ മില്ലുകൾ സമീപത്ത് തന്നെ തുടങ്ങിയതിനാലുമാവാം എല്ലാം കഴിഞ്ഞ് കഷ്ടിച്ച് 500 രൂപയാണ് ഒരു ദിവസം ഇവർക്ക് ലഭിക്കുന്നത്. ഗോതമ്പാണെങ്കിലും ഒത്തിരി ഇട്ട് കൊടുക്കാനും ഒരു ദിവസം ഏകദേശം എത്ര പേര് വരും കുടിക്കാനായിട്ട്? 5 പേരുണ്ട്. ആൾക്കാർ 500 രൂപ പൊടിക്കാനുള്ള എത്ര? 500 രൂപ. ഒരു ദിവസം 500 രൂപയേ ഉള്ളൂ വരുമാനം. അത്രേ ഉള്ളൂ ചില ദിവസങ്ങളിലെ. ഇപ്പൊ ഈ കാലാവസ്ഥയാണെങ്കിൽ ഇന്ന് പൊടി കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ദിവസം 5 പേരോട് നിൽക്കുന്നുണ്ട്. 2004 തുടങ്ങിയതാണ്. പക്ഷെ ജില്ലാ മിഷൻ തന്നെ നോക്കേണ്ട കാര്യമാണ്. 15 പേർക്ക് ഇത്രയും ചെറിയൊരു യൂണിറ്റ് ഇത്രയും പേർക്ക് യാതൊരു അത് കാരണമാണ് 2004 തൊട്ട് അവർക്ക് കയ്യിൽ വരുമാനം എടുക്കാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന മാഡം പിന്നെ ഇതിനൊത്തിരി ചെലവുണ്ട്. ചിലപ്പോ ആണെങ്കിൽ ഇത് തന്നെ മാസത്തിൽ എത്ര ഇലക്ട്രിസിറ്റി ബിൽ വരും? 1200, 1300. പിന്നെ ഇതിന് മിക്കവാറും ഇപ്പൊ തന്നെ ഇന്നലെ ഞങ്ങൾ ഇതിന് കൊണ്ട് മാറി അത് 2000. അതിന്റെ ഒരു മാസം ഏകദേശം റിപ്പയർ അത്രയും തന്നെ വരും.
ഒരു ദിവസം 500 രൂപയെ കിട്ടത്തുള്ളൂ. ചില ദിവസങ്ങളിൽ എന്നുവെച്ചാൽ അടുത്തടുത്ത് ബില്ലുകൾ വേറെ ഉണ്ടായതുകൊണ്ട് എല്ലാം ബില്ലുകളാണ്. കുടുംബശ്രീയുടെ ഇതേ ഉള്ളൂ, അത്ര ഇതേ ഉള്ളൂ. അതുകൊണ്ടാണ് 15,000 രൂപ ഒരു മാസം. എല്ലായിടത്തും കാണുന്ന പ്രശ്നം തന്നെയാണ്. ഒരേ യൂണിറ്റിൽ ഒരുപാട് പേര് ചേർന്നിട്ട് ഒറ്റ എക്കണോമിക് അല്ലാതാക്കുന്നത്. അതിനെക്കാട്ടും നല്ലത് ഓരോരുത്തർക്കും സ്റ്റഡിയായിട്ട് ചെയ്യണം. പുറത്ത് മഴ പെയ്തുകൊണ്ടേയിരുന്നു. കുടയും ചൂടി ഞങ്ങൾ അവിടെ നിന്നും നടന്നിറങ്ങി. അടൂർ ചേന്നമ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന സുഭിക്ഷം മീറ്റ് സ്റ്റാൾ ആയിരുന്നു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. പേരിൽ മീറ്റ് സ്റ്റാൾ ഉണ്ടെങ്കിലും കുടുംബശ്രീ ഉൽപ്പാദിപ്പിക്കുന്ന മറ്റ് ധാന്യ ഉൽപ്പന്നങ്ങളും പൊടികളും തേനും പലഹാരവുമെല്ലാം ഇവിടെ ലഭ്യമാണ്. മീറ്റ് പ്രോഡക്റ്റ് ഓഫ് ഇന്ത്യ MPIയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനോടൊപ്പം മറ്റ് കുടുംബശ്രീ അംഗങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്ന സംരംഭത്തിലൂടെ വിറ്റഴിക്കപ്പെടുന്നു. അപ്പൊ നമുക്ക് നിവേദിത മേഡത്തോട് ചോദിക്കാം, അത് അവിടെ കണ്ടതിന്റെ അവരുടെ അഭിപ്രായങ്ങൾ. നമ്മൾ ഫീൽഡ് വിസിറ്റിലേക്ക് വന്നപ്പോൾ ചെറിയൊരു അപകടമുണ്ടായി. നിങ്ങൾക്ക് ഇൻഫർമേഷൻ ശരിയായി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് DMC ഹാജരില്ലായിരുന്നു, പിന്നെ ചില ഡിപ്പാർട്ട്മെന്റ്സും ഇല്ലായിരുന്നു. എങ്കിൽ പോലും നിങ്ങൾ ഉടനെ എല്ലാം അറേഞ്ച് ചെയ്തു. നിങ്ങൾക്ക് വളരെ നന്ദി. ഫീൽഡിലേക്ക് പോയി നമ്മൾ സൈറ്റ് വിസിറ്റിൽ JLG കണ്ടു, ആശ്രയ ബഡ്സ് യൂണിറ്റും കണ്ടു, ടൈലറിംഗ് യൂണിറ്റ്, ബീ കീപ്പിംഗ് യൂണിറ്റ്, നന്നായിട്ട് ചെയ്യുന്ന ബീ കീപ്പിംഗ്. അതെ, ഈ സംരംഭം സംബന്ധിച്ച് നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. നന്നായിട്ട് പ്രവർത്തിക്കുന്ന സംരംഭങ്ങളുണ്ട്, പക്ഷെ അവർക്ക് ഇനി കുറച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമുണ്ട്. അവർ കുറച്ച് സ്റ്റാഗ്നന്റ് ആയി പോകുന്നു. 10-12 വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്നു, അവർ മുന്നോട്ട് പോകുന്നില്ല. ദർ ഷുഡ് ബി ഗ്രോത്ത് ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ അർത്ഥമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, നിങ്ങളുടെ ഡോക്യുമെന്റ് സംബന്ധിച്ച്, റെക്കോർഡ് സംബന്ധിച്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇനി അത് സ്റ്റേറ്റ് മിഷൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇവർക്ക് ഇനി കുറച്ച് ട്രെയിനിങ് ആവശ്യമുണ്ട്. എങ്ങനെ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം, ക്യാഷ് ബുക്കിൽ എഴുതാൻ കോളം എങ്ങനെ ഫിലപ്പ് പൂരിപ്പിക്കണം, അത് നന്നായിട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യിച്ചിട്ടില്ല, അത് ചെയ്യിപ്പിക്കണം. എല്ലാ വർഷം നിങ്ങളുടെ ആനുവൽ റിപ്പോർട്ട് ഉണ്ടാക്കി അത് ഓഡിറ്റ് ചെയ്യിപ്പിച്ചാൽ മാത്രം നിങ്ങളുടെ കാര്യം പൂർത്തിയായി. ഇതുവരെ 2012-13 ഓഡിറ്റ് ഇതുവരെ ചെയ്യിച്ചിട്ടില്ല. നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. പിന്നെ ഈ ആഗ്രോ ബേസ്ഡ് എന്റർപ്രൈസസ്, എന്റെ കൂടെ അന്ന് ഇനിയൊരു വിദഗ്ധൻ ഉണ്ടായിരുന്നു, ഡോക്ടർ ഗീതകുട്ടി. അദ്ദേഹം നിങ്ങളുടെ അടുത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസിന്റെ ഒരുപാട് സ്കോപ്പ് ഉണ്ട്, കാർഷികാടിസ്ഥാനത്തിലുള്ള സംരംഭങ്ങൾ. അത് നിങ്ങൾ ചെയ്യണം. there is so much jackfruit trees, പക്ഷെ അതിന്റെ വാല്യൂ എഡിഷൻ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ആ മീറ്റിംഗിൽ അഗ്രികൾച്ചർ ഓഫീസർ ഇല്ലായിരുന്നു. ദാറ്റ് വാസ് നോട്ടഡ് ബൈ ദ ജഡ്ജസ് ഓൾസോ. ദെൻ ബഡ് സ്കൂൾ സോഷ്യൽ ഇഷ്യൂസ് നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നു. ബഡ് സ്കൂൾ കണ്ടിട്ട് നമുക്ക് വളരെ സന്തോഷം ഉണ്ടായി. പിന്നെ 1-2 കാര്യങ്ങൾ ആ മീറ്റിംഗിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ റിപ്പീറ്റ് ചെയ്യാം. ഈ ആശ്രയയുടെ അസിസ്റ്റൻസ് 3 മാസത്തെ ഒരു പ്രാവശ്യം മാത്രം റിലീസ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ മാസം ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഈ ചില ഡീറ്റെയിൽസ്, നമ്മൾ ചോദിച്ച ഡീറ്റെയിൽസ് ഇല്ലായിരുന്നു, അത് ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അയച്ചു കാണും, റിപ്പോർട്ടിൽ അയച്ചു കാണും. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു CDS ആണ് ശാന്തമ്മ, പിന്നെ ഇന്ദിരാമ്മ. പക്ഷേ ഇനി കുറെ എഫേർട്സ് ആവശ്യമുണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി എഫേർട്സ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഒന്നാമത്തെ സ്ഥലത്തിലേക്ക് എത്താൻ സാധിക്കും. ചെയർപേഴ്സൺ, കണ്ടല്ലോ നമ്മുടെ ഇവരുടെ സന്ദർശനമല്ല. കൃഷി ഇന്ന് തുടങ്ങാം. 215ഓളം സംഘ ഗ്രൂപ്പുകളുണ്ട് അല്ലേ, സംഘങ്ങളുണ്ട്. 757 ആൾക്കാർ അതിൽ അംഗങ്ങളാണ്. അപ്പൊ കൃഷി കുറെയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്ന് ഇതിൽ കണ്ടു. പടവലങ്ങയുടെ നീളം അല്ലേ. പക്ഷേ എനിക്ക് തോന്നിയത് വേറൊരു വിധത്തിലാണ്. 750 ആൾക്കാരേ ഉള്ളൂ. 7842 കുടുംബശ്രീ അംഗങ്ങളുള്ള വലിയൊരു കുടുംബശ്രീയാണ് നിങ്ങൾ.
10% ആൾക്കാരേ ഉള്ളൂ കൃഷിയിൽ. അതുപോലെ തരിശുനില ഇനിയും ധാരാളം ഉണ്ടെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പറയും സാറേ, അത് പറഞ്ഞാലേ ജനം പെരുപ്പം എന്ന് വെച്ചാൽ ഇപ്പൊ ജനങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കും. ഒരു വീട്ടിൽ ഒരു കുട്ടി 2 കുട്ടി എന്ന് പറഞ്ഞെങ്കിൽ തന്നെ ജനങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിലങ്ങൾ നികത്തി വീട് വയ്ക്കുക. ഞങ്ങൾ എന്താ ചെയ്യാനൊക്കെ? നിലവിൽ ഇപ്പൊ ഉള്ള നിലങ്ങള് പഞ്ചായത്തും പിന്നെ നമ്മുടെ കൃഷി ഓഫീസറും ജില്ലാ മിഷനും പറഞ്ഞിട്ടുണ്ട് തരിശ് രഹിത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കാനായിട്ട്. നമ്മൾ തരിശ് കിടക്കുന്ന ആ വീട്ടുടമയെ ചെന്ന് കണ്ട് എത്ര സെന്റ് സ്ഥലമുണ്ട് നമുക്ക് തരുമോ എന്നുള്ള ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ തരിശ് നിലങ്ങൾ ഇനി ഇടത്തില്ല. തരിശ് നിലം ഒരിടത്ത് പോലും ഒരു കൃഷിയില്ലാതെ നിലങ്ങൾ കിടക്കാത്ത രീതിയിൽ നല്ല കൃഷി ഇറക്കാനുള്ള ഭാവി. അത് കുഴപ്പമില്ല. മാഡത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തരിശു ഭൂമി ധാരാളം ഉണ്ട്. എന്ത് പറ്റി? കൃഷിഭൂമി അല്ലെങ്കിൽ കൃഷി ഓഫീസ് ഇത്തിരി പതുക്കായില്ലേ? ഇല്ല സാർ, ഞങ്ങള് ഇതിന്റെ കൂടെ ഉണ്ട്. പക്ഷെ നെൽകൃഷി ചെയ്യുന്നതിന് ആൾക്കാർക്ക് ഒരു വിമുഖത ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ത് പറയുന്നു? ഡെബി സൂചിപ്പിച്ച പോരായ്മ ബോധ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം ഞങ്ങൾ ആരംഭിച്ചെന്ന് പറയുമ്പം വാർഡ് തലത്തില് തരിശായി കിടക്കുന്ന മുഴുവൻ സ്ഥലത്തിന്റെ ഒരു സർവേ നടത്തി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ ഉടമസ്ഥരെ കണ്ടെത്തിയിട്ട് അവരുമായി ആലോചിച്ചിട്ട് പിന്നെ പാട്ടം കൊടുത്തുകൊണ്ടും അല്ലാതെ കൃഷി ഇറക്കുന്നതിന് വേണ്ടിയുള്ള സംരംഭം ആരംഭിച്ചതിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ വേണ്ടി അത്തരത്തിലേക്ക് ആലോചിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. നേരത്തെ തന്നെ ശാന്തമ്മ ചേച്ചി ഞങ്ങളോട് പറഞ്ഞിരുന്നു നന്നായിട്ട് തൊഴിലുറപ്പ് പദ്ധതി നടക്കുന്നുണ്ട്. 100 ദിവസം കൊടുത്ത ആൾക്കാർ 1800 പേർക്ക് കഴിഞ്ഞ വർഷം, അതിന് മുമ്പിലത്തെ വർഷം. അപ്പൊ അതൊക്കെ ആ സാധ്യതയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവരെയൊക്കെ അങ്ങ് പിടിക്കണം. വിളിച്ചുടങ്ങി ഞങ്ങളുടെ കൂടെ വന്നില്ലേ, ഞങ്ങൾ അത്രത്തോളം അടുത്ത്. അതെ, ടെലിവിഷൻ ആയതുകൊണ്ട് വന്നതാ. അല്ല സാർ, ഇച്ചിരി ഒരു അകൽച്ച ഉണ്ടായിരുന്നു. ഇനി വിടത്തില്ലെന്ന് നമ്മൾ വെച്ച് കൃഷി നല്ല രീതിയിൽ അതുകൊണ്ട് മാത്രം ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒത്തിരി കൃഷിക്കാരുണ്ട്. അതുകൊണ്ട് സാറിന് ഞങ്ങൾ വിടത്തില്ലെന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല സാറേ, എല്ലാത്തിനും നല്ല സപ്പോർട്ടാണ് ഇപ്പൊ സാറ് ഞങ്ങൾക്ക്. 10 ഗ്രൂപ്പ് ഉണ്ട് തേനിന്റെ അല്ലേ? ഉണ്ട്. 100 പേരുള്ള അത്രേ ഉള്ളൂ. തേനും പാലും ഒഴുകാനുള്ള സാധ്യത ഇനിയുണ്ടെന്നാണ് സാറേ. കുറച്ചുകൂടെ നമുക്ക് വിപുലപ്പെടുത്താൻ സാധിക്കും. ഞാനിപ്പോ തന്നെ കുറെ തേനീച്ച ആൾക്കാർക്ക് പെട്ടി സപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റാൻഡ്, ഇതെല്ലാം നമ്മൾ മറ്റ് തേനീച്ച കുടുംബശ്രീ അംഗങ്ങളെ കൂടി നമ്മുടെ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലിങ്കേജ് ലോൺ നല്ലൊരു എമൗണ്ട് ആണ്. 6 കോടി ഉറുപ്പിയിലധികം ഉണ്ട് അല്ലേ? പക്ഷെ 6 കോടി ഉറുപ്പിക ലിങ്കേജ് കിട്ടിയിട്ടും ഈ ഗ്രൂപ്പ് സംരംഭങ്ങൾ 10-15 ഉള്ളൂ. ഗ്രൂപ്പ് സംരംഭം ഒരു ബുക്ക് ബൈൻഡിങ് ഉണ്ടായിരുന്നു, അത് അവര് ഇപ്പൊ അങ്ങ് നിർത്തി, ഇല്ല ചെയ്യുന്നില്ല. അത് നമ്മൾ റിവോൾവിംഗ് ഇതൊക്കെ മേടിച്ചു കൊടുത്താൽ, റിവോൾവിംഗ് ഫണ്ട് മേടിച്ചു കൊടുത്താൽ ജില്ലാ മിഷന്റെ സബ്സിഡി ഒക്കെ വാങ്ങിച്ചു കൊടുത്താൽ ഇപ്പൊ അവർക്കത് അതിന്റെ കൂട്ടത്തിലുള്ളവരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കവും. അങ്ങനെയാവുമ്പം ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇത്രയും ലോൺ വാങ്ങിയിട്ട് തിരിച്ചടവില്ലാതെ അവിടെ ആൾക്കാർ കഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല, കുടുംബശ്രീയുടെ ലോണാകുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ലോണടവ് നടത്തുന്നുണ്ട്. അത് ഇതിൽ നിന്നാണോ? ഇതിൽ നിന്ന് സംരംഭം വിജയിപ്പിച്ച് അതിൽ നിന്നാണോ തിരിച്ചടവ് നടത്തുന്നത്? സംരംഭത്തിൽ നിന്ന് തന്നെ ആയിരിക്കും, അല്ലാതെ അവര് സംരംഭത്തിൽ നിന്ന് അടയ്ക്കുന്നുണ്ട്. പക്ഷെ വ്യക്തികൾ നല്ല രീതിയിൽ സംരംഭം നടത്തുന്നുണ്ട്. ഗ്രൂപ്പിൽ തമ്മിലാണ് പ്രശ്നം. അതുപോലുള്ള PHC ഏതൊക്കെ രീതിയിലാണ് CDSുമായിട്ട് സഹകരിക്കുന്നത്? ആശ്രയയില് CDSൽ ഇപ്പോൾ നമ്മളെ ഈ പ്രീ മൺസൂൺ ആക്ടിവിറ്റീസ്, ഈ ഫീവറുമായിട്ട് വന്നപ്പോൾ പ്രീ മൺസൂൺ ഇപ്പം മൺസൂൺ ആക്ടിവിറ്റീസ്, ഇവര് നമ്മള് നമ്മുടെ പോപ്പുലേഷൻ അനുസരിച്ച് സ്റ്റാഫ് നമുക്ക് കുറവ്, പണ്ടത്തെ ആ സ്റ്റാഫ്. അപ്പോൾ നമുക്ക് എത്ര JPHും JHയുണ്ട്? 4 JHIമാര് 7 JPHമാര്. അപ്പം 52,000 അടുപ്പിച്ച് പോപ്പുലേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് അടൂരിന് ഏകദേശം 23 വാർഡുള്ള ഒരു പഞ്ചായത്തായിരുന്നു. പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും അങ്ങേ അറ്റത്ത് കൊല്ലത്തിനോടും ഒരു സൈഡ് ആലപ്പുഴയോടും കിടക്കുന്ന ഒരു പഞ്ചായത്ത്. അപ്പൊ സർവേക്ക് നമുക്ക് ഡാറ്റ കളക്ഷൻസ്, സർവേസ് ഇങ്ങനെയുള്ളതിന് പിന്നെ നമ്മളെ മിക്കവാറും ഹോസ്പിറ്റലിൽ ഇതുപോലെ പിന്നെ അവലോകന യോഗം കൂടുമ്പോൾ ഇവരെ വിളിക്കും, ഇവരെ ഇങ്ങനെയുള്ള സർവേസ് ചെയ്യാൻ പറ്റും. പിന്നെ അതുകൂടാതെ മൺസൂൺ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൊതുകിന്റെ ഇങ്ങനെയൊക്കെ ഉള്ളത്, പിന്നെ മഞ്ഞപ്പിത്തമായിട്ടുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇവര്
പറഞ്ഞിട്ട് അത് നമ്മുടെ ആശുപത്രി അല്ലെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീ പങ്കാളികളാവുന്നതാണ്. അതല്ലാതെ കുടുംബശ്രീയുടെ ആശ്രയ പദ്ധതി ഉണ്ടല്ലോ, ആശ്രയ പദ്ധതികളിൽ PHCയും നമ്മളുടെ ആരോഗ്യ പാലിയേറ്റീവിന് പോകുമ്പോഴേക്കും അതാത് തരത്തിലുള്ള കുടുംബശ്രീ പ്രവർത്തകർ അതിന്റെ കൂടെ സഹായിക്കുകയാണുണ്ട്. പാലിയേറ്റീവ് ഈ വീടുകളിലൊക്കെ അതെ അതെ കിടപ്പായിട്ടും നിരാലംബരായിട്ടുള്ള അതാണ് പാലിയേറ്റീവ്, നമ്മുടെ പാലിയേറ്റീവ് നേഴ്സ് എന്ന് പറയും. പാലിയേറ്റീവ് കെയർ നഴ്സ് പഞ്ചായത്ത് അപ്പോയിന്റ് ചെയ്തതാണ്. അതായത് ഏത് വാർഡിൽ ചെല്ലുന്ന പാലിയേറ്റീവ് നേഴ്സ് പ്ലസ് ആശ പ്ലസ് CDSന്റെ അവരുടെ കൂടെ ചെന്ന് ടീമായിട്ടാണ് പോകുന്നത്. പിന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേന് ഇപ്പൊ NRESനും അവരും CDSും കൂടെ ചേർന്നിട്ട് ഇപ്പൊ ഞങ്ങളുടെ PSC ഏതാണ്ട് 3/4 ഏക്കറോളം സ്ഥലമുണ്ട്. അതിലപ്പോഴ് തരിശു നിലയിൽ കുറെ സ്ഥലങ്ങളുണ്ട്. അവരിപ്പോ ഇംപ്ലിമെന്റ് ചെയ്യാൻ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ അവര് ആപ്ലിക്കേഷൻ ജൈവ കൃഷി കൃഷി വകുപ്പുമായിട്ട് കൂടി സഹകരിച്ചിട്ട് അവരോട് പറയാം. അപ്പൊ അത് ഇംപ്ലിമെന്റ് ആയി ഈ ആഴ്ച തന്നെ സ്റ്റാർട്ട് ആവും. അത് നല്ലൊരു മാതൃകയാണ്. കാരണം നമ്മൾ ഈ ജീവിതശൈലി രോഗം അതിനകത്തൊക്കെ പച്ചക്കറി കഴിക്കണമെന്നൊക്കെ പറയുമ്പോൾ ആശുപത്രി വളപ്പിൽ സ്ഥലമുള്ള ആശുപത്രികളിൽ കൃഷി നമുക്കൊരു 60-70% കാലിയായിട്ട് കിടക്കും. അപ്പൊ പിന്നെ കാടും പിടിച്ചു കിടക്കുന്നുണ്ട്. രണ്ട് കാര്യം, ഒന്നെന്ന് പറയുക PSC 5 മണിക്ക് ശേഷം അടയ്ക്കും. അപ്പൊ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു ശല്യം വരും. പിന്നെ കാട് വെട്ടിത്തെളിച്ച് അപ്പൊ ആ ഒരു ശ്രദ്ധ ഇതിന്റെ അകത്ത് വരുമ്പോ കൃഷിയും പ്ലസ് അത് രണ്ട് പർപ്പസ് ആയിരിക്കും. ഞങ്ങൾക്ക് വളരെ ഇതായി തോന്നിയത് ബഡ്സ് അല്ലേ ഡോക്ടർ? അതെ അതെ അതെ. ബഡ് സ്കൂളിന്റെ ആരാണല്ലോ പറയും, ടീച്ചറാണോ? പറയൂ. അമ്മയുമാണ് അല്ലേ? കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. 2007 മുതൽ ഒരു സ്പെഷ്യൽ സ്കൂളായിട്ട് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം തുടങ്ങി. ഒരു 3 വർഷം വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തിച്ചു വന്നിരുന്നത്. വാടക കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മുടെ പഴയ മുൻ പ്രസിഡന്റ് PB ഹർഷകുമാർ സാറിനെ ചെന്ന് കാണുകയും ഹർഷകുമാർ സാറ് നമുക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പോയി കണ്ടത്. ഇപ്പം തന്നെ മുൻ CDS ചെയർപേഴ്സൺ താക്കോല് വാങ്ങിച്ച് ഇപ്പം ട്രെയിനിങ് സെന്ററിലാണ് ബഡ് സ്കൂൾ തുടങ്ങിയിരിക്കുന്നത്. ബഡ് സ്കൂളിൽ ഈ BRC ആണ്. BRCയുടെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ. അതെ, അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് 18 വയസ്സിന് മുകളിലുള്ള കുട്ടികളുടെ പകൽ പരിപാലനവും വിദ്യാഭ്യാസവും ഉണ്ട്. എന്താണ് വിദ്യാഭ്യാസം അവിടെ ചെയ്യുന്ന? കുട്ടികളുടെ ആക്ടിവിറ്റി അനുസരിച്ച് അവരെ എഴുതാനും വായിക്കാനും കണക്കുകൾ. പരീക്ഷ എഴുതിയിട്ടുണ്ടോ? ചെറിയ കുട്ടികൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. അതില് നമ്മൾ കണ്ടതില്ലേ, ഒരു കുട്ടി ഇങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്ദി പറഞ്ഞ് അവൾ അങ്ങ് കരഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ അവൾക്ക് നമ്മളെയൊക്കെ മാതിരി കാര്യങ്ങൾ ഗ്രഹിക്കാൻ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. അവിടെ അമ്മയും ഒരു പേരന്റാണ്, അവിടെ അമ്മയും അവിടെ വർക്ക് ചെയ്യുന്നതാണ്. ഞങ്ങൾക്ക് 3 പേർക്കും MR ആയ കുട്ടികളുണ്ട് അവിടെ. അവള് MR ആണോ? അവള് സിവിയർ ആണ് കുട്ടി, പക്ഷെ അവൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ അവൾക്ക് നല്ല ഒരു നന്ദി പറയാനുള്ള ഒരു സ്വയം പറയുന്നു, അതിനൊരു വൈകാരികമായിട്ട് പ്രതികരിക്കുന്നു. എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാം. പക്ഷെ പഠനം പുറകോട്ടാണ്, ഒന്നും പഠിക്കത്തില്ല. അതോ എന്തെങ്കിലും എഴുതി കൊടുത്തത് തന്നെ അവള് കുത്തി വരച്ച് പഠിക്കത്തില്ല എന്നല്ല പറയണ്ടേ, പഠിക്കാനുള്ള കഴിവ് അവർക്ക് കുറവാണ്. എന്തെങ്കിലും തൊഴിൽ പരിശീലനം കൊടുക്കുന്നുണ്ട്. ഏതൊക്കെ കാര്യങ്ങളിലാണ് അവിടെ പരിശീലനം? കവർ മേക്കിംഗ്, മെഡിസിൻ കവർ ഉണ്ടാക്കി മെഡിക്കൽ സ്റ്റോറുകൾ കൊടുക്കുകയാണ്. പിന്നെ ഫ്ലവർ അറേഞ്ച്മെന്റ്, പൂക്കൾ കൊണ്ടുവന്ന്. എത്ര കുട്ടികൾ ചെയ്യുന്നുണ്ട്? അവര് 7 പേര് ചെയ്യുന്നുണ്ട്. അതിനും പെൺകുട്ടികളാണ് കൂടുതലും ചെയ്യുന്നത്. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്, പെരുമാറ്റ പ്രശ്നങ്ങളിലൊക്കെ നമുക്കൊരു വിദഗ്ധ സഹായം കിട്ടാറുണ്ട്. ഉണ്ട്. PHC നമ്മളിപ്പോ നമ്മുടെ കുട്ടിക്ക് വയ്യായെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ശാരീരിക ആരോഗ്യത്തിന്റെ വയ്യായെങ്കിൽ ഒരു പനി വന്നു അല്ലെങ്കിൽ ഒരു ഫിക്സ് ഉണ്ടായി ഉടനെ തന്നെ ഞങ്ങൾ PHC കൊണ്ടുപോയി ഡോക്ടർ ഉടനെ നമ്മളെ കുട്ടികളെ കണ്ട് നിയമസാക്ഷരതാ ക്ലാസ്. സ്ത്രീകൾക്കുള്ള ഏതെല്ലാം തരത്തിലുള്ള നിയമപരമായിട്ട് അവർക്ക് അവരുടെ അവകാശങ്ങൾ, അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അവകാശങ്ങൾ അതിൽ ചർച്ച ചെയ്ത 2-3 നിയമങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ ചൈൽഡ് ലൈൻ, കുട്ടികളുടെ, അതാണ് ഒന്നാമത്. പിന്നെ സ്ത്രീകൾക്ക് നേരിൽ അതിക്രമങ്ങൾ, സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ എങ്ങനെയൊക്കെ തടയാം, അതിനുവേണ്ടി നമ്മൾ ആരെ സമീപിക്കണം, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല വിദഗ്ധമായ രീതിയിൽ നമുക്ക് ക്ലാസ് എടുത്തു തരുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ അടുത്ത ഒരു സെഗ്മെന്റ് കൂടെ നമുക്ക് കാണാനുണ്ട്. കുടുംബശ്രീ പ്രവർത്തകർ, പഞ്ചായത്തിന്റെ വിവിധ ഏജൻസികളുടെ പ്രതിനിധികൾ, പൗരമുഖ്യർ തുടങ്ങിയവരുമായി വിധികർത്താക്കൾ നടത്തിയ ചർച്ചയുടെ ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത്. അങ്ങനെ പള്ളിക്കൽ പഞ്ചായത്തിലൂടെ നടത്തിയ യാത്രയുടെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുകയാണ് ഞങ്ങൾ. ഇനി സംവാദമാണ്. എനിക്ക് 1-2 കാര്യങ്ങൾ പറയാനുണ്ട്.
ഈ പള്ളിക്കൽ പഞ്ചായത്ത് വളരെ നന്നായിട്ട് കുടുംബശ്രീ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. അത് സംബന്ധിച്ച് ആർക്കും ഒരു വിരോധവുമില്ല. പക്ഷെ കുറച്ച് ഇംപ്രൂവ്മെന്റിന്റെ സാധ്യത ഉണ്ട്. മൈക്രോ എന്റർപ്രൈസസ് നമ്മൾ അതിലേക്ക് പോയപ്പോൾ അവരുടെ ബുക്ക് കീപ്പിംഗ് സംബന്ധിച്ച് നമുക്കൊരു ഗ്യാപ്പ് മനസ്സിലായി. അത് DNC ശ്രദ്ധിക്കണം. ചില മൈക്രോ എന്റർപ്രൈസസ് ഇപ്പൊ 10-12 വർഷങ്ങളായി അവർ പ്രവർത്തിക്കുന്നു, പക്ഷെ അവർ മുന്നോട്ട് പോയിട്ടില്ല. ഫോർ ഇൻസ്റ്റൻസ് ദ മിൽ, ഫ്ലവർ മിൽ 2004 സെറ്റപ്പ് ചെയ്ത ഒരു ഫ്ലവർ മിൽ ഇപ്പം അതേപോലെ അവർക്ക് മാസത്തിൽ 1000 രൂപ 2000 രൂപ മാത്രം വരുമാനം, അതൊരു സസ്റ്റൈനബിൾ ആയിട്ട് അവർക്ക് കൊണ്ടുപോകാൻ സാധിക്കുമോ? നമുക്ക് സംശയമുണ്ട്. തരിശുഭൂമി ഒരുപാട് ഇതിലുണ്ട് പ്രസിഡന്റ്. സോ ആ തരിശുഭൂമി കണ്ടുപിടിച്ചിട്ട് അത് കുടുംബശ്രീ അംഗങ്ങളെ കോർഡിനേഷൻ ചെയ്യിക്കാൻ പ്രേരിപ്പിക്കണം. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് JLG സംഘങ്ങളെയൊക്കെ ഞങ്ങൾ കണ്ടു. അവരുടെ കൃഷി നേരിട്ട് കണ്ടു. കൃഷിയൊക്കെ നേരെ പോകുന്നുണ്ട് എങ്കിലും കൃഷിയിൽ നിന്നും കിട്ടുന്ന ഉൽപ്പന്നങ്ങളൊന്നും തന്നെ സംസ്കരിച്ച് കൂടുതൽ വില കിട്ടുന്ന ഉൽപ്പന്നങ്ങളായിട്ട് വിൽക്കുന്നതായിട്ട് കണ്ടില്ല. ആശ്രയ യൂണിറ്റിൽ ഒന്നിൽ നമ്മൾ പോയില്ല ഇന്ന്, അല്ലേ? നിങ്ങൾ ആശ്രയെ പറ്റി ആദ്യത്തെ അതിൽ നിങ്ങളുടെ ഡോക്യുമെന്ററിയിലൊക്കെ കാണിച്ച, പക്ഷെ ഒന്നിലും കൊണ്ടുപോയില്ല. അവിടെ പോയാൽ തന്നെ അത് നിങ്ങൾ എല്ലാ മാസവും കൊടുക്കാറുണ്ടോ? അവർക്ക് കൊടുക്കേണ്ട കിറ്റുകളൊക്കെ എല്ലാ മാസവും റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ടോ? കൊടുക്കുന്നുണ്ടായിരുന്നു സാറേ. ഇപ്പൊ ചാർജ് ഓഫീസർ ഇല്ലാത്ത അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ആശ്രയം എന്ന് വെച്ചാൽ ഏറ്റവും കൃത്യമായിട്ട് അവർക്ക് കിട്ടേണ്ട ആശ്രയം, അതിനോടാണല്ലോ ആശ്രയം തന്നെ പേരിട്ടിരിക്കുന്നത്. അത്രയും പരാശ്രയം അർഹിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്തുകൊണ്ട് ഒരു ചാർജ് ഓഫീസർ ഇല്ല എന്ന് പറഞ്ഞ് ഇത്രയും ബ്യൂറോക്രസി കാണിക്കാവോ? ചാർജ് ഓഫീസർ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് നിരസിക്കുക, അവർക്ക് കിട്ടേണ്ട സഹായം. എൻ്റെ ഈ ബാങ്കിൽ ഇവിടെ 83 കുടുംബശ്രീ യൂണിറ്റുകൾ അക്കൗണ്ട് ഉള്ളതുണ്ട്. ഞങ്ങളുടെ ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലുള്ളത്. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ ഞങ്ങളിപ്പം 5 ലക്ഷം രൂപ വരെ അവർക്ക് വായ്പ കൊടുക്കുന്നുണ്ട്. ആ ലോൺ എടുത്തു കഴിഞ്ഞാൽ 24 മാസം നമ്മൾ റീപേയ്മെന്റ് കാലാവധി കൊടുത്താലും അവർ 12 മാസം കൊണ്ട് തന്നെ അത് അടച്ചു തീർത്തിട്ട് അടുത്ത ലോണിനുള്ള തയ്യാറെടുപ്പാണ്. എന്തോ ലോ ഇൻട്രസ്റ്റ് ലോൺ 9% പലിശയ്ക്കാണ് നമ്മൾ ലോൺ കൊടുക്കുന്നത്. കാരണം ഞങ്ങൾക്ക് രജിസ്ട്രാറുടെ ഓർഡർ അങ്ങനെ 9% റേറ്റിൽ കൊടുക്കണമെന്ന്. പിന്നെ JLGക്ക് 5% കുടുംബശ്രീയിൽ നിന്ന് സബ്സിഡി. അതിപ്പോൾ ഞങ്ങൾ ആദ്യം കൊടുത്തിട്ടുള്ള ഒരു 7 ഗ്രൂപ്പിന് ഞങ്ങൾക്ക് സബ്സിഡി കിട്ടി. ബാക്കിയുള്ളത് ഇപ്പോൾ തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഉടനെ ശരിയാവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4% ലോൺ കിട്ടും, ബാക്കി 5% സബ്സിഡി കിട്ടുന്നുണ്ട്. ബാങ്ക് 4% ഈടാക്കും. ആ 4% ഇവർക്ക് സബ്സിഡി ആയിട്ട് അവരുടെ അക്കൗണ്ടിലോട്ട് തിരിച്ചെത്തും. കുടുംബശ്രീക്ക് വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം കുടുംബശ്രീ ബഡ് സ്കൂളിനോട് ചേർന്നുള്ള ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസ് വർക്ക് പ്രോജക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വർഷവും 4 ലക്ഷം രൂപ കുടുംബശ്രീയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പ്രോജക്റ്റായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ദുസ്വഭാവമുള്ള കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഈ 10-14 വർഷത്തെ ബാലസഭയുടെ പ്രവർത്തനത്തിലൂടെ ആ കുഞ്ഞുങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നല്ല കുഞ്ഞുങ്ങളായി വളർത്തുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ അനുഭവമാണ്. കുടുംബശ്രീയുടെ പ്രവർത്തകർക്ക് ഇപ്പോൾ ഞങ്ങൾ സാക്ഷരതാ മിഷൻ നടത്തുന്ന 10ാം തരം തുല്യതാ ക്ലാസ്സിൽ ഒരു 80ഓളം വനിതകൾ ആ തുല്യതാ ക്ലാസ് എഴുതി പാസ്സായി. പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതിയുടെ അക്രഡിറ്റഡ് എഞ്ചിനീയറാണ് ഞാൻ. ഏകദേശം 3000ഓളം കുടുംബങ്ങൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും കുടുംബശ്രീ അംഗങ്ങളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും മുന്നിലാണ് പള്ളിക്കൽ പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ തുക ചെലവഴിക്കുന്നത്. ഇവിടെ പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ നടപ്പിൽ വരുത്തുന്നുണ്ട്. അത് നമ്മൾ കുടുംബശ്രീ മുഖേന എല്ലാ CDSനോടും പറയുകയും CDS തന്നെ പ്രധാനപ്പെട്ട അർഹതയുള്ള എല്ലാ ആളുകളെ കണ്ടെത്തുകയും ആ ആളുകൾക്ക് കൃത്യമായിട്ട് അപേക്ഷകളെല്ലാം സമർപ്പിച്ച് മെമ്പേഴ്സിനെ ഏൽപ്പിക്കുകയും അത് പഞ്ചായത്ത് കമ്മിറ്റി സമർപ്പിക്കുകയും അങ്ങനെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പെൻഷൻ കൊടുക്കുവാൻ ഈ കുടുംബശ്രീ മുതൽ സഹായിച്ചിട്ടുണ്ട്. കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ആശ്രയ പദ്ധതിക്കുള്ള ഫണ്ട് ഞങ്ങളാണ് മാറി CDSലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപയും ഈ വർഷം 5 ലക്ഷം രൂപയും കൊടുക്കാൻ സാധിച്ചു. ഈ സോഷ്യൽ റിയാലിറ്റി ഷോയിലേക്ക് വന്നിട്ട് ഇപ്പൊ 1072 CDS അല്ലെ കേരളത്തിലുള്ള, അതിന് 70 എണ്ണത്തിൽ വന്നു. അത് കഴിഞ്ഞ് ദൂരദർശനിൽ വന്നു. ആ ഒരു ടെലികാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ആൾക്കാരോട് നിങ്ങളോടുള്ള പെരുമാറ്റത്തിലോ എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ? അയ്യോ, മാറ്റം തോന്നിയിട്ടുണ്ടോ? അതല്ല എന്റെ ശാന്തമ ചേച്ചി
എന്തായിരുന്നു ഇനി ഞങ്ങൾ പറയുന്ന പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം എല്ലാ ആളുകൾക്കും ഒരു പ്രത്യേക ഒരു സ്നേഹവും ഇനി ഞങ്ങൾ പ്രോഗ്രാം കാണാനുള്ള എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും വൈകിട്ട് ആ 7 മണി കഴിഞ്ഞ് 8 മണി വരെ ഉള്ളതിൽ ഓരോ പഞ്ചായത്തിൽ നിന്നും നമ്മുടെ പഞ്ചായത്തിലുള്ള വിവിധ വാർഡുകളിൽ നിന്ന് ആളുകൾ വിളിച്ചു പറയും, ചെയർപേഴ്സനെ നമ്മുടെ മാർക്കിനെക്കാട്ടി കുറവാ അവർക്ക് 66 ഉള്ളൂ, അവർക്ക് 61 ഉള്ളൂ, അവർക്ക് 71 ഉള്ളൂ. അത് കേൾക്കുമ്പോ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമാണ്. അന്നേരം നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ സാറേ അതാണ് നമ്മുടെ പഞ്ചായത്തിലുള്ള മുഴുവൻ ആളുകൾ ഈ റിയാലിറ്റി ഷോ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം ഞങ്ങളുടെ CDS-ന്. ഓരോരുത്തരും പറയും, ശാന്തമ്മ ചേച്ചി നമ്മക്കാണ് 75 മാർക്ക്, അവർക്ക് 66, 61, ഇന്നലെ കിട്ടിയത് 71. ചേച്ചി കണ്ടില്ല? ഞാനും പറഞ്ഞു മോളെ കണ്ടു, ഞാൻ എല്ലാ മാർക്കും എഴുതിയിരുന്നുണ്ട്, നമ്മളിലും കൂടുതൽ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഓർക്കണം എന്നും പറയും. അപ്പോ നിങ്ങളിവിടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ അറിയാനോ അതോ അവർ പറഞ്ഞത് കേട്ട് ഇങ്ങനെ ആവേശം കൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടാവും? എനിക്കിവിടെ വന്നതിൽ ചോദിക്കാൻ ആശ്രയവുമായി ബന്ധപ്പെട്ടാണ്. PHC ഡോക്ടറോട് ചോദിച്ചപ്പോൾ നമ്മുടെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് എത്ര പേരെ മെഡിസിൻ, അതായത് ചലഞ്ച് ഫണ്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കുടുംബശ്രീ ആദ്യം തന്നെ നമുക്ക് ചലഞ്ച് ഫണ്ട് തരുന്നുണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക്. അപ്പോൾ എത്ര ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ ഉപയോഗം, അതായത് മെഡിസിനും മറ്റും. ഇപ്പൊ സാറ് പറഞ്ഞ പാലിയേറ്റീവിന്റെ കാര്യമാണ് പറഞ്ഞത്, പഞ്ചായത്ത് നടത്തുന്ന പാലിയേറ്റീവാണ് പറഞ്ഞത്. നമ്മുടെ ആശ്രയ എത്ര ഗുണഭോക്താക്കൾ കിടപ്പ് രോഗികളുണ്ട്, അവർക്ക് എത്ര പേർക്ക് ഇങ്ങനെ ചലഞ്ച് ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകൾ വാങ്ങി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? അത് നമ്മൾ ഹെൽത്ത് സെന്ററിലേക്ക് നമ്മളൊരു ഫണ്ട് അങ്ങ് കൊടുത്തിട്ട് അവർ വന്ന് മെഡിക്കൽ ക്യാമ്പ് വരെ നടത്തി അവർക്ക് പിന്നെ മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ട്. അതിന്റെ അതായത് നമ്മൾ 1,54,000 രൂപ അവർക്ക് ആ മരുന്നിനായിട്ട് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ബാലസഭ 68 ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അതിന്റെ ഇതൊന്നും കാണാൻ പറ്റിയില്ല. ഞങ്ങളുടെ ബാലസഭയുടെ പ്രവർത്തനം പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ബാലസഭയിൽ ഇപ്പോൾ നടത്തി വരുന്നു. കാരണം ഇപ്പോൾ മഴക്കാല രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് കുട്ടികൾക്ക് ബോധവൽക്കരിച്ചുകൊണ്ട് ഞങ്ങളുടെ ബാലസഭയിലുള്ള എല്ലാ കുട്ടികളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. നമ്മുടെ ആശ്രയ പദ്ധതി വിവരശേഖരണത്തിന് ഞങ്ങളെ ഏർപ്പെടുത്തി. അവിടുത്തെ 188 കുട്ടികളിൽ ഞങ്ങൾ ഒരു കുട്ടി 3 വീടുകൾ 3 ആശ്രയ പദ്ധതി അംഗമായിട്ടുള്ള വീടുകൾ സന്ദർശിച്ച് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് ഞങ്ങൾ വിവരശേഖരണം നടത്താൻ പോയി. എനിക്ക് ശാന്തമ്മ ചേച്ചിയോട് ഒരു അഭിനന്ദനമാണ് അറിയിക്കാനുള്ളത്. കാരണം ജെൻഡർ വന്നതോടെ കുറച്ച് നമുക്ക് സ്ത്രീ ശാക്തീകരണം വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ചേച്ചി ഒരു നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും വളരെയധികം അഭിമാനമുണ്ട്. അത് പരിഹരിച്ചു എന്നറിഞ്ഞതിൽ അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അത് നല്ലൊരു കാര്യമാണ്. ഇപ്പൊ ഇനി ഞങ്ങൾ പറയാമെന്ന പരിപാടിയിലൂടെ നിങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ നിങ്ങളുടെ ഒരു പോപ്പുലാരിറ്റി കൂടി എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. അതിലുപരിയായിട്ട് കൂടുതൽ ആൾക്കാർ, കൂടുതൽ കുടുംബങ്ങൾ ഞങ്ങൾക്കും കുടുംബശ്രീയിൽ അംഗമാകണമെന്ന് ഫോൺ വിളിച്ച് ചോദിക്കുകയും അല്ലാതെ നേരിട്ട് കണ്ട് പറയുകയും ഒക്കെ ചെയ്യുന്നതും അതും വലിയൊരു അംഗീകാരം തന്നെയാണ് കുടുംബശ്രീയെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളുടെ CDS-നെ സംബന്ധിച്ചിടത്തോളം. ശാന്തമ്മ ചേച്ചി അങ്ങനെ സ്റ്റാറായി, സന്തോഷമായി. അത് ആ സന്തോഷത്തിന്റെ ഒരു ചെറിയ പ്രതിഫലനം ഞങ്ങൾ കണ്ടു. സാറിനെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് വന്നപ്പോഴേ. ബാക്കി 3 മാർക്ക് തരത്തില്ല, സാറിന് മാത്രം സോപ്പിട്ട. എത്ര മാർക്ക് തന്നാലും അത് സന്തോഷത്തോടെ ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പൊ എത്ര മാർക്ക് കിട്ടിയാലും സ്വീകരിക്കും സന്തോഷത്തോടെ. അപ്പൊ നമുക്ക് ചോദിച്ചു നോക്കാം. കണ്ണമാഷയോട് തന്നെ ചോദിക്കാം മതി. നമ്മളിപ്പോ ഇത് ഫൈനൽ റൗണ്ടാണ്. ഇതിലിപ്പോ 50 മാർക്കാണ് ഇപ്പൊ തരാൻ പോകുന്നത്. അതിൽ 15, 15, 15 നമ്മുടെ വിദഗ്ധയായിട്ട് വന്നവർ 5 മാർക്ക്. ആ മാർക്ക് പറഞ്ഞ ശേഷം നമ്മൾ മൊത്തം മാർക്ക് എങ്ങനെയാണ് കൂട്ടിയിരിക്കുന്നതെന്നുള്ളത് പറയാം. മാർക്ക് പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പള്ളിക്കൽ കുടുംബശ്രീ വലിയൊരു കുടുംബശ്രീ കൂട്ടായ്മയാണ്. 7800 ചില്ലാനം അംഗങ്ങളുള്ള വലിയൊരു കൂട്ടായ്മയാണ്. കാർഷിക രംഗത്ത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഫീൽഡ് വിസിറ്റിൽ ബോധ്യമായിട്ടുണ്ട്. ഇവിടെ കാണിച്ച ദൃശ്യങ്ങളിലും തന്നെ സംഘം കൃഷിയായിട്ട് 215ഓളം ഗ്രൂപ്പുകൾ അല്ലേ
സംഘകൃഷിയിൽ ഉള്ളത്. അങ്ങനെയൊക്കെ ആണെങ്കിലും ഇനിയും അതിന് സാധ്യതകളും കൂടുതലുണ്ട്. നമ്മൾ നേരത്തെ സൂചിക്കാണിച്ചപ്പോൾ ഇപ്പോൾ മാഡത്തിന്റെ റിപ്പോർട്ടിലും അത് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വളരാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഇത് വലിയൊരു പഞ്ചായത്താണ്, ഇപ്പം 2 പഞ്ചായത്താക്കാൻ പോകാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ആ 2 പഞ്ചായത്താകുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടെങ്കിലും ഒരു തറവാട് 2ആക്കുന്ന മാതിരിയാണ് ഇവിടെ ശാന്തന ചേച്ചി പറഞ്ഞത്. എങ്കിലും പുതിയൊരു പഞ്ചായത്ത് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതകൾ കൂടും, ഇത്രയും ദൂരം യാത്ര ചെയ്യണ്ട എന്നുള്ളതിൻ്റെ. അതുകൊണ്ട് അത് മനസ്സിലിരുത്തണം. അതുപോലെ തന്നെ സംരംഭത്തിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് തേൻ യൂണിറ്റുകളാണ്. അവിടെ അതിനുള്ള സാധ്യതകൾ ഇനിയും നല്ലോണം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതൊരു ആദായകരമായിട്ടുള്ള ഒരു സംരംഭവും കൂടിയാണ്. സ്ത്രീകൾക്ക് കുറച്ചുകൂടി അവരുടെ സമയമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാവുന്ന ഒരു മേഖലയും കൂടിയിട്ടാണ് അത് ആ കാര്യവും ഇവിടെ പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വേറെ ഒരു നല്ലൊരു കാര്യം, മറ്റുള്ളവർക്ക് അനുകരിക്കാവുന്ന ഒരു കാര്യമാണ് നിയമസാക്ഷരതാ ക്ലാസ്. നമ്മൾ നിയമവാഴ്ച എന്ന് പറയുമ്പോഴും പൗരന്മാരായ നമുക്ക് നിയമത്തെക്കുറിച്ച് പലപ്പോഴും കാര്യമായിട്ടൊന്നും അറിവൊന്നുമില്ല. വക്കീൽ എന്ത് പറയുന്നു അത് കേട്ട് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. നമ്മുടെ നാട്ടിലെ നിയമങ്ങളെപ്പറ്റി, പ്രത്യേകിച്ചും സ്ത്രീകളുടെ കാര്യത്തിൽ അവർക്ക് നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് അതിനൊരു ജ്ഞാനം വേണം. അത് വളരെ നല്ലൊരു കാര്യമാണ്. നേരത്തെ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു, നേരത്തെ തന്നെ ഒരു ഗ്രാമകോടതി അതിനായിട്ട് തുടക്കം കുറിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് കുറച്ചുകൂടി നല്ല കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഡോക്ടർ ഇവിടെ ആരോഗ്യരംഗത്തെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു പറഞ്ഞു. ബാങ്കുകാർ വളരെ സന്തോഷത്തിലാണ്. അവർ പറയുന്നത് 24 മാസം തിരിച്ചടയ്ക്കാനുള്ള അവധി തന്നാൽ 12 മാസം കൊണ്ട് അങ്ങ് തിരിച്ചടയ്ക്കും. അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ കുറച്ച് കൂടുതൽ സമയം വേണമെന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയൊരു ഇത് എല്ലാ കുടുംബശ്രീയിലും ഉള്ളതാണ്. തിരിച്ചടയ്ക്കാൻ വളരെ ശുഷ്കാന്തി കാണിക്കുന്ന ഒരു ഗ്രൂപ്പാണ് കുടുംബശ്രീ എന്ന് ഇന്നിപ്പോൾ നമുക്ക് കേരളം മുഴുവൻ അതിനെപ്പറ്റി ഏത് ബാങ്കിനോട് ചോദിച്ചാലും അവരത് പറയും. ചില പോരായ്മകൾ ഇവിടെ എടുത്ത് കാണിച്ചു. കണക്കുകൾ സൂക്ഷിക്കേണ്ട വിധം, അതിനിപ്പോഴുള്ള ചെറിയ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ആളില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ അവർ കൂടുതൽ ജോലിഭാരമുള്ളതിൻ്റെ, ഓഡിറ്റ് സമയത്തിന് ഓഡിറ്റ് ചെയ്യേണ്ടതിൻ്റെ, അത് വേണം. അതിപ്പോൾ നമ്മൾ നമുക്കതിന് ന്യായീകരണങ്ങളുണ്ടാവും. പക്ഷെ അതല്ല നമ്മൾ കണക്കിലെടുത്തിരിക്കുന്നത്, അതല്ല. അതിനെപ്പറ്റിയുള്ളൊരു ബോധം വേണം. നമ്മൾ വെറുതെ കളയുകയാണെങ്കിൽ അത് എത്ര കളഞ്ഞു എന്നുള്ളത് പറയാൻ പറ്റണം. അതാണ് കണക്കിൻ്റെ ഒരു പിന്നെ പ്രത്യേകിച്ച് ഒരു പൊതു സംരംഭം എന്നുള്ള നിലയ്ക്ക്, പൊതു കൂട്ടായ്മ എന്നുള്ള നിലയ്ക്ക് കണക്കെപ്പോഴും സുതാര്യമായിട്ടുള്ള കണക്കുകൾ വേണം. നമ്മൾ ഞാൻ സത്യസന്ധനാണെന്ന് ഞാൻ പറഞ്ഞാൽ മാത്രം പോരാ, ഞാനത് തെളിയിക്കും കൂടി വേണം എന്നുള്ള മാതിരിയാണ്. അതാണ് അതിൻ്റെ. അപ്പോൾ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് എനിക്കുള്ള 15 മാർക്കിൽ 11 മാർക്ക് നിങ്ങൾക്ക് തരും. 11 മാർക്ക് പറയുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ പറയട്ടെ. ഒന്നാമത്തെ, ഈ തരിശുഭൂമി സർവേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, അതൊരു നല്ല കാര്യമാണ്, എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത്തെ, ഗ്രാമീണ ഗ്രാമീണ കോടതി സെറ്റപ്പ് ചെയ്തു, അതൊരു മാതൃകയാണ്. ഞാൻ മുൻ ഹോം സെക്രട്ടറി ആയതുകൊണ്ട് എനിക്കറിയാം, ഇതുവരെ ഈ സ്റ്റേറ്റിൽ 10-20 സ്ഥലത്ത് മാത്രം ഇതുവരെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പള്ളിക്കൽ പഞ്ചായത്ത് അത് ചെയ്തു, ഒരു നല്ല ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് പള്ളിക്കൽ CDSന് ഞാൻ നൽകുന്നത് 15-ൽ 10 മാർക്ക്. എല്ലാവരും ശ്രദ്ധാപൂർവ്വം നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. പള്ളിക്കൽ പഞ്ചായത്ത് ഇവിടെ പറഞ്ഞതുപോലെ വളരെ വലിയൊരു പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറേയധികം വെല്ലുവിളികളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട്. വലിയൊരു കുടുംബശ്രീയുടെ ഈ അയൽക്കൂട്ട സംവിധാനം തന്നെ വളരെ വലുതാണ്. നമ്പർ ഓഫ് അയൽക്കൂട്ടങ്ങളുടെ നമ്പർ വളരെ കൂടുതലാണ്. എന്നാൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, കുടുംബശ്രീ പൊതുവിൽ സ്ത്രീകളുടെ ഇടയിലെ കൂട്ടായ്മ വർദ്ധിപ്പിക്കുക, അവർക്ക് കൂട്ടം ചേർന്നുകൊണ്ട് ചില സാമ്പത്തിക ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരിക, അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ഒരു കൂട്ടായ്മയുടെ കാര്യത്തിൽ കുറച്ചും കൂടി ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹ്യമായി നമ്മൾ കൂട്ടായ്മ എന്നൊക്കെ എപ്പോഴും പറയുമെങ്കിലും ഒരു പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ പരസ്പരമുള്ള വിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാക്കുക. സ്ത്രീകളെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമാണ്. അതിന് കുറച്ചുകൂടി CDS ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ പല ഗ്രൂപ്പ് സംരംഭങ്ങളുടെയും ഒരു
വേഗത കുറയുന്നതായിട്ടും അത് ക്രമേണ നിലച്ചു പോകുന്നതായിട്ടും ഒക്കെ നിങ്ങൾ പറഞ്ഞു. അവിടെയൊക്കെ സംഭവിക്കുന്ന പ്രധാന സംഗതി ഈ പരസ്പര വിശ്വാസത്തിൻ്റെയും ഇതിൻ്റെ ആവശ്യകതയും. ഇപ്പോൾ തൊഴിലുറപ്പ് വന്നതുകൊണ്ട് ഇത് അവസാനിപ്പിക്കണോ എന്നുള്ള ചോദ്യമൊക്കെ വരുന്നത് ഈ ഒരു സംഗതി കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്തരം കാര്യങ്ങൾക്ക് കൂടി കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം എന്നാണ് എനിക്ക് ഒരു അഭിപ്രായമുള്ളത്. പള്ളിക്കൽ CDSന് ഞാൻ നൽകുന്നത് 10.5. 5-ൽ 3.8. 3.8. ഇന്നത്തെ പ്രകടനത്തിന് പള്ളിക്കൽ CDSന് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് 50-ൽ 35.3. ആദ്യ റൗണ്ടിലെ പ്രകടനത്തിന് പള്ളിക്കൽ CDSന് ലഭിച്ചിരിക്കുന്ന ആകെ മാർക്ക് എത്രയാണെന്നറിയാം? മൊത്തം മാർക്ക് 100 മാർക്കാണ്. അതിൽ ഇപ്പോഴത്തെ 50-ൽ 35.3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ 50 മാർക്ക് ഇട്ടിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ ലഭിച്ച മാർക്കിന്റെ 20%, അത് 15 മാർക്കാണ്. പിന്നെ വിധികർത്താക്കളുടെ സന്ദർശനത്തിന് വേണ്ടി 20-ൽ 15.5 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ തന്നിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ അതിൽ കണക്കും റിപ്പോർട്ടും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് 10-ൽ 4.7 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ 50-ൽ 35.2. ആദ്യ റൗണ്ടിൽ പള്ളിക്കൽ CDS കരസ്ഥമാക്കിയത് 35.2 മാർക്കാണ്. അവസാന ഘട്ടത്തിൽ 35.3 മാർക്കും. അങ്ങനെ ആകെ 70.5 മാർക്കുമായാണ് പള്ളിക്കൽ CDS ഇന്ന് ഈ വേദിയോട് വിട പറയുന്നത്. വിജയത്തിലേക്കുള്ള ഈ സ്ത്രീകളുടെ യാത്ര തേനീച്ച വളർത്തൽ പോലെയാണ്. തേനീച്ചകളുടെ പരിപാലനവും ക്ഷുദ്രജീവികളുടെ ആക്രമണവുമൊക്കെ പ്രതിബന്ധങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ബുദ്ധിമുട്ടുകൾക്കൊടുവിൽ ഇവർ നുകരുന്നത് തേനിന്റെ മധുരമാണ്. ഈ സ്ത്രീ കൂട്ടായ്മയുടെ വിജയത്തിനും തേനിന്റെ മധുരവും ലഹരിയും തന്നെയാണ്. വിജയകഥയുമായി 2ാം ഘട്ട മത്സരവേദിയിൽ ഞാൻ വീണ്ടും വരും. നന്ദി, നമസ്കാരം.